നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്യവസായ മേഖലയിൽ കേരളം ആഗോള ഹൈടെക് ഹബായി മാറുമെന്ന് മന്ത്രി പി രാജീവ്. പാലക്കാട് പുതുക്കോട് പട്ടോലയിൽ 12 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന ഇൻഡസ്ട്രിയൽ സോണിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വലിയൊരു ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നവ കൂടിയാണെന്നും മന്ത്രി. പാലക്കാടിന് പ്രത്യേക കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പാലക്കാട് മെഡിക്കൽ കോളേജിനെ സ്വയം പര്യാപ്തമാക്കണം. ജില്ലയിലെ ആദിവാസി മലയോര മേഖലകളിലെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യം. മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. യാത്ര മനുഷ്യനൊപ്പം എന്ന ആശയവുമായി. പോക്കുപടിയിലെ ഓങ്ങല്ലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ വൻ കവർച്ച. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു. അമൃത എക്സ്പ്രസിൽ യാത്രക്കാരുടെ 9 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്ന് താമരപ്പൂവിനെ ഒഴിവാക്കിയതിനെതിരെ തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധം. ടൗൺ ഹാളിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂ വരെ വേദികളുടെ പേരായപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് സിപിഎമ്മിന്റെ ജീർണതാബാധിത രാഷ്ട്രീയമെന്ന് നേതാക്കൾ. ലോകരാഷ്ട്രങ്ങൾ വയോജന സംരക്ഷണത്തിന് ഊന്നൽ നൽകുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണത്തിനാണ് ഊന്നൽ നൽകുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വയോജന സംരക്ഷണ നിയമം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ടത് കാവിലക്കാട് സ്വദേശികൾ. തിരുവത്ര അത്താണിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡ് കാട്ടുപന്നികളുടെ താവളം. ബസ് സ്റ്റാൻഡിൽ കൂട്ടമായി എത്തുന്ന പന്നികൾ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണി. എരുമപ്പെട്ടി തിപ്പലൂർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പഞ്ചായത്ത് ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നെൽകൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. വ്യവസായ മേഖലയിൽ കേരളം ആഗോള ഹബ്ബായി മാറുമെന്ന് മന്ത്രി പി രാജീവ്. പുതുക്കോട് പട്ടോലയിൽ 12 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന സ്വകാര്യ വ്യവസായ സോണിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സൗഹൃദത്തിൽ തുടർച്ചയായി 2ാം തവണയും 1ാം സ്ഥാനം നിലനിർത്തി കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. എല്ലാ മേഖലകളിലും പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ മാറ്റം വരുത്തും. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വെറുമൊരു വ്യവസായ കേന്ദ്രം എന്നതിൽ ഉപരി വലിയൊരു ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ലോകത്തിലെ പ്രധാന ഹൈടെക് കേന്ദ്രമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മളിപ്പോൾ 40 വ്യവസായ പാർക്കുകൾക്കാണ് കേരളത്തിൽ അനുമതി നൽകിയിട്ടുള്ളത്. ഈ ഗവൺമെന്റ് എടുത്ത സുപ്രധാന തീരുമാനങ്ങളിലൊന്നാണ് സ്വകാര്യ വ്യവസായ പാർക്ക് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക. യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യവസായ പാർക്ക് എന്റെയോ ഈ ഗവൺമെന്റിന്റെയോ ഒരു കാഴ്ചപ്പാടല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെയാണ്. 2016 ഗവൺമെന്റിന്റേതാണ്. 100 കോടി രൂപയോളം വരുന്ന നിക്ഷേപവും 1000-ലധികം പേർക്ക് തൊഴിലവസരങ്ങളും ലഭ്യമാക്കുന്ന തരത്തിലാണ് വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത്. PP സുമോദ് MLA അധ്യക്ഷത വഹിച്ചു. പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഉദയൻ, വാർഡ് മെമ്പർ V രാജേഷ്, വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റ് A നിസാറുദ്ദീൻ, ജനീവ ഇൻഡസ്ട്രിയൽ സോൺ മാനേജിംഗ് പാർട്ണർ മിഥുൻ മിലാഷ്, മുജീബ് റഹ്മാൻ, ജോസ്വിൻ പോൾ, MA മുഹമ്മദ് കുഞ്ഞ് മുച്ചത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിനെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. മനുഷ്യർക്കൊപ്പം എന്ന ആശയവുമായി ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയുടെ ജില്ലാ സ്വീകരണത്തിന് മുന്നോടിയായി ഒറ്റപ്പാലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെച്ച മനുഷ്യർക്കൊപ്പം എന്ന അതിപ്രധാനമായ ആശയം പൊതുസമൂഹം ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിനെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിക്കണം. കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് നിർണായക സംഭാവന നൽകുന്ന പാലക്കാട്ടെ 90,000-ലധികം വരുന്ന നെൽകർഷകരെയും 75,000 ഹെക്ടർ നെൽപ്പാടങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം. നെൽവയലുകൾ സംസ്ഥാനത്തിന്റെ കുടിവെള്ള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും സംഭരിച്ച നെല്ലിന്റെ പണം 1 മാസത്തിനകം നൽകണമെന്നും കൃഷിച്ചെലവിന് ജില്ലയ്ക്ക് മാത്രമായി പ്രത്യേക സബ്സിഡി പ്രഖ്യാപിക്കണമെന്നും ജലസേചന സൗകര്യങ്ങൾ നവീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
ഇക്കാര്യങ്ങൾ പാക്കേജിൽ ഉൾപ്പെടുത്തണം. നെല്ലുകൾക്ക് താങ്ങുവില കൂട്ടി നിർണയിച്ച് കർഷകർക്ക് പെട്ടെന്ന് വില കിട്ടി പാലക്കാട് ജില്ലക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ഈ ജില്ലയിൽ പാലക്കാട് മെഡിക്കൽ കോളേജിനെ സ്വയം പര്യാപ്തമാക്കണം. ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷമായിട്ടും സർക്കാർ മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ റഫറൽ കേന്ദ്രമായി തുടരുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് ജില്ലകളെയോ അയൽ സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാലക്കാട്ടുകാർ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കി മെഡിക്കൽ കോളേജിനെ പൂർണ്ണസജ്ജമായ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റണം. അട്ടപ്പാടി, നെല്ലിയാമ്പതി തുടങ്ങിയ മലയോര മേഖലകളിൽ ഓരോ മഴക്കാലത്തും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണം. റോഡ് തകർച്ച, മണ്ണിടിച്ചിൽ എന്നിവ മൂലം ഈ പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്നത് തടയാൻ മഴക്കാലത്തിനു മുമ്പ് തന്നെ റോഡുകളുടെ ശാസ്ത്രീയ പുനർനിർമ്മാണം, സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങിയ മുൻകരുതൽ എടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മേഖലയിൽ അടിയന്തര ആരോഗ്യ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. പാലക്കാട് ജില്ല മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി 10 വർഷം കഴിഞ്ഞു. അത് റഫറൽ ഹോസ്പിറ്റലായി ഇവിടെ നിന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്ന ഹോസ്പിറ്റലാവുകയാണ്. പലപ്പോഴും രോഗികൾ അന്യ ജില്ലയെയോ അന്യ സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സുശക്തമാക്കണം, സജീവമാക്കണം. മൂന്നാമത് അട്ടപ്പാടി, നെല്ലിയാമ്പതി റോഡ്. വാർത്താ സമ്മേളനത്തിൽ കേരള യാത്ര ഉപനായകന്മാരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, ജില്ലാ പ്രസിഡന്റ് സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് ഹാജി കോങ്ങാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് കൊളപ്പുള്ളിയിൽ സ്വീകരണം നൽകി. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി ജനുവരി 1 മുതൽ 16 വരെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിയ ശേഷമാണ് കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര വെള്ളിയാഴ്ച രാവിലെ കുളപ്പുള്ളിയിൽ എത്തിച്ചേർന്നത്. നിരവധി പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചു. ഈ സ്നേഹസന്ദേശത്തിന്റെ ചുവടുകളാകാം സമസ്തയുടെ 100 വർഷങ്ങളുടെ തിളങ്ങുന്ന ചിത്രം വായിക്കാം. സാന്ത്വനമായും സേവനമായും അറിവായും അന്നമായും മനുഷ്യരെ തൊട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന വഴികൾ മനുഷ്യരെ തൊടുന്ന. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നൽകുന്ന സ്വീകരണ ചടങ്ങിന് മുന്നോടിയായാണ് യാത്ര കുളപ്പള്ളിയിലൂടെ കടന്നുപോയത്. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് യാത്ര നയിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ഷൊർണൂർ സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയ്ക്ക് കൊളപ്പുള്ളിയിൽ സ്വീകരണം നൽകിയത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ആദരണീയരായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഷൊർണൂർ സർക്കിളിൻ്റെ നേതൃത്വത്തിൽ കൊളപ്പുള്ളിയിൽ സ്വീകരണം നൽകി പാലക്കാട് ജില്ല സ്വീകരണ കേന്ദ്രമായ ഒറ്റപ്പാലത്തേക്ക് കേരള യാത്രയാക്കിയിരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയത്തിൽ എല്ലാ മനുഷ്യരോടും സ്നേഹസമ്പന്നമായി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഈ ഒരു പ്രമേയത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയ്ക്ക് ഷൊർണൂർ സർക്കിളിൽ ഇവിടെ സ്വീകരണം നൽകിയിരിക്കുകയാണ്. ജനുവരി 1 കാസർഗോഡ് നിന്നും ആരംഭിച്ച കേരള യാത്ര 16 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്നും താമരപ്പൂവിനെ ഒഴിവാക്കിയതിനെതിരെ തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധം. തൃശൂർ ടൗൺ ഹാളിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനാണ് പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരെത്തിയത്. താമരപ്പൂവിനെ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമാണെന്ന് യുവമോർച്ച ആരോപിച്ചു. തൃശൂർ ടൗൺ ഹാളിലേക്ക് നടന്ന പ്രതിഷേധം ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു.
താമരയോട് കാണിക്കുന്ന അവഗണന സംസ്ഥാന സർക്കാരിന്റെ ഭയം മൂലമാണെന്ന് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് പറഞ്ഞു. പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇരുപത്തിയഞ്ച് വേദികളിലായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുന്നത്. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂവ് വരെ വേദികളുടെ പേരായി ഇടം പിടിച്ചപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയതിലാണ് യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ CPMന് അടുക്കളപ്പണി ചെയ്ത് സ്വയം ഇല്ലാതായ കോൺഗ്രസുകാരാണ് BJPയെ വിമർശിക്കാൻ വരുന്നതെന്ന് നഗരസഭ NDA പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ. ഷൊർണൂരിൽ CPM BJP ധാരണയെ ആരോപിച്ച കോൺഗ്രസ് കൗൺസിലർ ആത്മപരിശോധന നടത്തണമെന്നും EP നന്ദകുമാർ പറഞ്ഞു. CPM BJP ബന്ധം ആരോപിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയെ ജനം പുച്ഛത്തോടെ കാണുമെന്ന് EP നന്ദകുമാർ പറഞ്ഞു. CPMന്റെ അടുക്കളപ്പണിയെടുത്ത് സ്വയം ഇല്ലാതായ പാർട്ടിയാണ് ഷൊർണൂരിലെ കോൺഗ്രസ്. ഈ പാർട്ടിയുടെ നേതാക്കളാണ് CPMനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന BJPക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും EP നന്ദകുമാർ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു EP നന്ദകുമാർ. കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. കഴിഞ്ഞ തവണ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ CPMും കോൺഗ്രസും തമ്മിൽ ധാരണ പുറത്താണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസിന് കൊടുത്തത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതൊരു കുട്ടിക്കും അറിയാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പൂർണ്ണമായിട്ടും CPMന് കിട്ടാൻ സാധ്യതയില്ല. ഒരെണ്ണത്തിൽ ഭൂരിപക്ഷം ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ച് നേടിയ വിജയം തന്നെയാണ്. ഇവിടെ വ്യക്തമാക്കേണ്ടത് ആര് തമ്മിലാണ് ധാരണ. CPMന് കോൺഗ്രസ് എല്ലാ തരത്തിലുള്ള വിടുപണി ചെയ്തതിൻ്റെ ഭാഗമാണ് ഇന്ന് കോൺഗ്രസ് 7 സീറ്റ് കഴിഞ്ഞ തവണ ജയിച്ച 7 സീറ്റ് 5 സീറ്റിലെത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് CPMൻ്റെ അടുക്കളയിൽ അവരുടെ കുശിനിപ്പണി ചെയ്തതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇതിൻ്റെ സീറ്റ്. ഇന്നലെ വന്ന ആ ആരോപണമൊക്കെ അവജ്ഞതയോടുകൂടി തള്ളുന്നു. എല്ലാ തരത്തിലുള്ള പുച്ഛത്തോടുകൂടിയാണ് BJP ആ പരാമർശത്തെ കാണുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോകരാഷ്ട്രങ്ങൾ വയോജന സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഇക്കാലത്ത് ഇന്ത്യയുടെ ഊന്നൽ കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു NN കൃഷ്ണദാസ്. വയോജന സംരക്ഷണത്തിൽ കേരളം മാതൃകയാണെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. 2025 ആദ്യം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിലായിരുന്നു ഒരു നിയമമുണ്ടാക്കിയിട്ട് റീവാലിഡേറ്റ് ചെയ്യാം എന്നൊരു നിയമമുണ്ടാക്കി പെൻഷനൊക്കെ ഇനി കൊടുക്കണോ കൊടുക്കണ്ടേ, ഇനിയുള്ള പരിഷ്കരണങ്ങളിലൊന്നും ഈ പെൻഷൻകാരുടെ വർധനവ് പരിഗണിക്കേണ്ടതില്ല, ഇങ്ങനത്തെയൊക്കെ ഒരു നിയമം അവരുണ്ടാക്കിയത്. ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഒന്നിന് പുറകെ ഒന്നാ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു യോഗത്തിൽ ഞാൻ പറയുന്നില്ല, നിങ്ങളോട് എല്ലാ കാര്യവും പറയേണ്ട ആവശ്യമില്ല, നിങ്ങളും ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. എത്ര ജനവിരുദ്ധമായിട്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്, വിശേഷിച്ചും വൃദ്ധസമൂഹത്തോടാണ് ഈ സർക്കാർ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. വയോജന സംരക്ഷണ നിയമം ആവശ്യപ്പെട്ടാണ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. അസോസിയേഷൻ പ്രസിഡന്റ് PS രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിരമിച്ചവരും വയോജന സംഘടനാ ഭാരവാഹികളുമായ TS പരമേശ്വരൻ, പാർവതി, രാമദാസ്, G രാജൻ, K ഗോവിന്ദൻ, നടരാജ്, ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോക്കുപടിയിലുള്ള ഒങ്ങലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ മോഷണം. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ മോഷണം പോയതായി അധികൃതർ പറഞ്ഞു. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓങ്ങല്ലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിയുടെ കമ്മീഷൻ ചെയ്യുവാൻ പ്രവർത്തന സജ്ജമായ ഓങ്ങല്ലൂർ പോക്കുപടിയിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം സമീപത്തുള്ള 10 MLD ശുദ്ധീകരണശാലയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിരിക്കുന്നത്. മോട്ടോറുകൾ, മീറ്ററുകൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പല സാധന സാമഗ്രികളും മോഷ്ടാക്കൾ നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ്
കണക്കാക്കുന്നതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 2024 സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ജലശുദ്ധീകരണശാലയുടെ ഗേറ്റും ജനലുകളും തകർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ മോഷണം നടന്നിരിക്കുന്നത്. പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളിയിൽ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ വ്യാപാരികൾക്ക് ദുരിതമാകുന്ന തരത്തിൽ പന്നികളുടെ ശല്യമെന്ന് പരാതി. പകലും രാത്രിയും ഒരുപോലെയാണ് പന്നിക്കൂട്ടങ്ങൾ ഇവിടെ എത്തുന്നത്. സാധനങ്ങൾ വാങ്ങിക്കാനെത്തുന്നവർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. പന്നിപ്പേടിയിലാണിപ്പോൾ ഒരു കൂട്ടം കച്ചവടക്കാർ. സ്വൈരമായി കച്ചവടം നടത്താൻ പറ്റാത്ത അവസ്ഥയിലായി കുളപ്പുള്ളിയിലുള്ള നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ വ്യാപാരികൾക്ക്. കാരണം മറ്റൊന്നുമല്ല, പന്നികൾ കൂട്ടത്തോടെ എത്തുന്നതായാണ് വ്യാപാരികളിൽ നിന്നും ഉയർന്നുവന്ന പരാതി. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെയാണ് ചെറുതും വലുതുമായ പന്നികൾ എത്തുന്നത്. ഇത്തരത്തിൽ വെള്ളിയാഴ്ച പകൽ കണ്ട ദൃശ്യങ്ങളാണിത്. ഇതുമൂലം ഏറെ ദുരിതത്തിലാണിപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാർ. ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. പകൽ സമയമൊന്നുമില്ല, രാത്രിയായാലും പകലായാലും പന്നികളെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഷൊർണൂർ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഇന്ന് രാവിലെയും കൂടി ഇപ്പോൾ ഒരു 10-12 പന്നികൾ ഇവിടെ റോഡിൽ പോയിട്ടുണ്ട്. ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി അതിനെ തക്കതായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ അതിനെ ഇറങ്ങിത്തിരിക്കും. പകൽ സമയത്ത് തന്നെ പന്നികൾ ഇറങ്ങിയിട്ട് ഇന്നുണ്ടായി, ഇപ്പോൾ ഇന്നലെയും ഉണ്ടായിരുന്നു പന്നികൾ. വൈകിട്ട് പല സമയങ്ങളിലും വരുന്നുണ്ട്. പകൽ സമയത്തും കൂടി പന്നി കുട്ടികളായിട്ട് അലഞ്ഞിരിഞ്ഞ് യാത്രക്കാർക്കടക്കം ഭീഷണിയാണ്. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലൂടെയും ബസ് സ്റ്റാൻഡിന് ഉള്ളിലൂടെയും പന്നിക്കൂട്ടങ്ങൾ ഓടുന്നതായാണ് പരാതി. സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തുന്നവരും കച്ചവടക്കാരും ഒരുപോലെ ദുരിതത്തിലായിരിക്കുകയാണ് ഇപ്പോൾ പന്നികളുടെ വരവ് മൂലം. ഇതിനു പുറമെ മറ്റാവശ്യങ്ങൾക്കായി ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്കും പന്നിയുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണിപ്പോൾ. പന്നികൾ വരുന്നതിനാൽ പന്നിയാക്രമണം ഭയന്ന് ആളുകൾ കടയിലേക്ക് പോലും കയറാൻ മടിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ആര് കണ്ടാലും ഭയന്നു പോകും. എന്തായാലും ഒരു നടപടി എത്രയും വേഗം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർ പാടത്ത് 77 ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത്. ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ 1.5 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിൽ ഇറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് ചെയ്യണം കൊയ്യണമെങ്കിൽ. ഇതുവരെയ്ക്കും പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് ഷൂട്ടർ ഏർപ്പാടാക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല. ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തി നാശാക്കുന്നത്. രാത്രി 12 വരെ ഞങ്ങളിവിടെ കാവലിരിക്കുന്നുണ്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല. പകലും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും പകൽ വന്നു. ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തി നാശാക്കിയിട്ടുണ്ട്. സർക്കാർ സഹകരണമൊന്നും ഇതിനായിട്ടൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടാനായിട്ട് അറിവില്ല. ഇവിടെ മൊത്തം 77 ഏക്കറുണ്ട്. 2 ഭാഗത്തായിട്ട് 77 ഏക്കർ ഉണ്ട്. ആ സൈഡും ഈ 2 ഭാഗത്തും ഒരേപോലെ തന്നെ കേടുപാടുകളൊക്കെ. അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമാകുന്നില്ല. വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചൊവ്വന്നൂരിൽ ലഹരി മാഫിയ ആക്രമണം. ചൊവ്വന്നൂർ സമുദ്ര നഗറിൽ രാത്രി 11 മണിയോടെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. സമുദ്ര നഗറിലെ ആളൊഴിഞ്ഞ പറമ്പ് കേന്ദ്രീകരിച്ച് അപരിചിതരായ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നതും വിപണനം നടത്തുന്നതും പതിവായിരുന്നു. സമീപത്തെ യുവാവ് ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ രാത്രി ലഹരി മാഫിയ പ്രദേശത്ത്
ആക്രമണം നടത്തിയത്. ചീരൻ വീട്ടിൽ മിനിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ 4-അംഗ സംഘം തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളി നടത്തിയ സംഘം പുലർച്ചെ 3 മണിയോടെ വീണ്ടും എത്തി. ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നത് മിനിയുടെ മകൻ മിഥുൻ ഇന്നലെ വൈകിട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രാത്രി 2 ബൈക്കുകളിലെത്തിയ 4-അംഗ സംഘം കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി വീടിന് നേരെ ആക്രമണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമൃത എക്സ്പ്രസിലെ യാത്രക്കാരുടെ 9 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതി പിടിയിലായി. പാലക്കാട്ടെ ലോഡ്ജിൽ നിന്നാണ് RPFും റെയിൽവേ പോലീസും ചേർന്ന് പ്രതി പത്തനംതിട്ട അടൂർ പള്ളിക്കര മലമേക്കൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന തിരുവള്ളൂർ സ്വദേശിനി പത്മയുടെ ആഭരണമാണ് കവർന്നത്. തമിഴ്നാട് മന്ത്രിയുടെ ബന്ധു കൂടിയായ പത്മ മോഷണവിവരം അറിഞ്ഞതിനെ തുടർന്ന് പൊള്ളാച്ചി പോലീസിൽ പരാതി നൽകിയിരുന്നു. CCTV ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതി വിഷ്ണു താമസിച്ച ലോഡ്ജിൽ നിന്നും ആഭരണത്തിന് പുറമെ ലാപ്ടോപ്പ്, 3 മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു. ഇവ മോഷ്ടിച്ചവയാണെന്നും ട്രെയിനുകളിലെ സ്ഥിരം മോഷ്ടാവായ വിഷ്ണു നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. കാവലക്കാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം കാണിയാമ്പലിൽ പുലർച്ചെ 2 മണിക്കാണ് ബൈക്ക് അപകടമുണ്ടായത്. കാവിലക്കാട് സ്വദേശികളായ കൂളിയാട്ടിൽ പ്രണവ് 26 വയസ്സ്, മമ്പറമ്പിൽ ജിഷ്ണു 27 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂരിൽ നിന്ന് ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്നു ഇരുവരും. കാണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിലുണ്ടായിരുന്നവർ പുറകിൽ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകടം അറിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് തിരുവത്ര അത്താണിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല കുന്നത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഒലീദ് ആണ് മരിച്ചത്. ദേശീയപാതയിലെ അത്താണി പാളത്തിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ഒലീദിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരം മുറിക്കാൻ കയറിയ തൊഴിലാളിയെ സഹായിക്കാൻ കയറിയ മരക്കച്ചവടക്കാരൻ മരത്തിൽ നിന്നും വീണ് മരിച്ചു. മധൂർ ബംഗ്ലാവ് സ്കൂളിന് സമീപം കുറുപ്പത്ത് കളം ഖാദർ ആമിന ദമ്പതികളുടെ മകൻ 51 വയസ്സുള്ള നസീറാണ് മരിച്ചത്. മരത്തിൽ കയറിയ നാസർ കാൽവഴുതി വീഴുകയായിരുന്നു. ആശുപത്രിയിലെത്തി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭാര്യ ഷെറീന, മക്കൾ അൻസാർ, അൻസൽ, ആദിൽ. കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം ജനവാസ മേഖലയിലെ പുൽക്കാടിനെ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. വലിയതൊടി ആനന്ദിന്റെ വീടിന് സമീപത്തെ പറമ്പിലെ പുൽക്കാടിനാണ് കഴിഞ്ഞ രാത്രി തീപിടിച്ചത്. സമീപത്തെ വീടുകളിലേക്ക് തീ പടരും മുമ്പ് ഷൊർണൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പനെതിരെ പാലക്കാട്ട് അധിക്ഷേപ പോസ്റ്റർ. സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ പാലക്കാടിന് വേണ്ട, പാർട്ടി ഓഫീസിന് വാങ്ങിയ സ്ഥലം മറിച്ചുവിറ്റ തങ്കപ്പനെ പുറത്താക്കുക തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് പോസ്റ്ററിൽ. A. തങ്കപ്പനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചിരുന്നു. ഇതിനു പിറകെ DCC പ്രസിഡന്റിനെതിരെ വ്യാപകമായ സൈബർ അധിക്ഷേപം നടന്നു. ഇതിന്റെ തുടർച്ചയായാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സൈബർ ആക്രമണത്തിന്റെ തുടർച്ചയാണ് അധിക്ഷേപ പോസ്റ്ററുകളെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു DCC അംഗം പ്രതികരിച്ചു. സ്വന്തം കുടുംബത്തെയല്ലാതെ ആരുടെയെങ്കിലും കുടുംബത്തെ നോക്കുന്നവരെയാണോ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടത് എന്നും അത് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചിരിച്ചു പ്രതികരിച്ചു. ആരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും ഭാര്യയായതുകൊണ്ട് ഭർത്താവിന് വോട്ട് ചെയ്യണമെന്ന് ആർക്കും നിർബന്ധിക്കാനാവില്ലെന്നും പോസ്റ്ററിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ച് DCC അംഗം പ്രതികരിച്ചു. സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ പാലക്കാടിന് വേണ്ട, പാർട്ടി ഓഫീസിന് വാങ്ങിയ സ്ഥലം മറച്ചുവിറ്റ തങ്കപ്പനെ പുറത്താക്കുക തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് പോസ്റ്ററുകളിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ പെർമിറ്റല്ലാതെ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിനെതിരെ നടപടി. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പുലർച്ചെയും രാത്രിയും മാത്രം സർവീസ് നടത്തിയിരുന്ന ബസ്സാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. പുലർച്ചെ തൃശൂർ നഗരത്തിലെത്തിയപ്പോഴാണ് ബസ് പിടികൂടിയത്. ജീവനക്കാർ മദ്യപാനത്തിന് പണം കണ്ടെത്താനാണ് ജീവനക്കാർ രാത്രി രഹസ്യ സർവീസ് നടത്തിയിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. 10,000 രൂപ ബസ്സിന് പിഴയിട്ടു. ഫിറ്റ്നസ് റദ്ദാക്കിയതായും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഷൊർണൂരിലെ ചുടുവാളത്തൂർ 81 നമ്പർ അംഗൻവാടിയിൽ പി മമ്മിക്കുട്ടി MLA സന്ദർശിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ നിർദ്ദേശമനുസരിച്ച് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA STVയോട് പറഞ്ഞു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ചുടുവാലത്തൂരിലെ 81 നമ്പർ അംഗനവാടി.
ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പുതിയ കെട്ടിടത്തിൽ അംഗനവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അന്ന് MLAക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു വെള്ളിയാഴ്ച പി മമ്മിക്കുട്ടി MLA പുതിയ അംഗനവാടി കെട്ടിടം സന്ദർശിച്ചത്. അംഗനവാടിയുടെ പ്രവർത്തനവും കെട്ടിടത്തിലെ സ്ഥല സൗകര്യങ്ങളുമെല്ലാം MLA നേരിൽ കണ്ട് വിലയിരുത്തി. നിലവിൽ നിർദ്ദേശമനുസരിച്ച് ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പഴയ അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുറയ്ക്ക് അംഗനവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പി മമ്മിക്കുട്ടി MLA STVയോട് പറഞ്ഞു. നഗരസഭാ പരിധിയിൽ സ്ഥലമുണ്ടായിട്ടും പുതിയ കെട്ടിടമില്ലാത്ത അംഗനവാടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഏറെക്കുറെ അംഗനവാടികൾക്കൊക്കെ തന്നെ പുതിയ കെട്ടിടമായിട്ടുണ്ട്. അതിൽ ഏറ്റവും മോഡേണായ രീതിയിൽ തന്നെയാണ് ഈ 51-ാം നമ്പർ അംഗനവാടി കെട്ടിടം പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു ധാരണ കുറച്ച് റോഡുകൾ വേണം, കാര്യങ്ങൾ വേണം, മറ്റുള്ള സൗകര്യങ്ങൾ വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. അതെല്ലാം ആവശ്യം തന്നെയാണ് വികസനവുമായി ബന്ധപ്പെട്ട്. പക്ഷേ നാടിൻ്റെ ഒരു പൊതുവായ വികസനത്തിന് ഇത്തരത്തിലുള്ള പിഞ്ചു മക്കൾക്ക് വന്ന് കളിക്കാനും ചിരിക്കാനും ആടാനും പാടാനും മാനസിക ഉല്ലാസത്തിനും. ALMSC ചെയർമാൻ അനിൽകുമാർ, അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ സരസ്വതി, അംഗനവാടി ടീച്ചർ ബിന്ദു തുടങ്ങിയവരുമുണ്ടായിരുന്നു. അരമണിക്കൂറോളം നേരം ചിലവഴിച്ചാണ് MLA മടങ്ങിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ അരിമ്പൻകുളങ്ങരയിൽ നിന്നും കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. നഗരിപ്പുറം സ്വദേശിയും സ്നേക് റെസ്ക്യൂവുമായ വിജയന്റെ നേതൃത്വത്തിലാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. സംഭവം അറിഞ്ഞ് വാർഡംഗം സൗമ്യയും സ്ഥലത്തെത്തി. നാട്ടുകാരായ പീതാംബരൻ, അജിത് രാജ്, അഖിൽ, ജോയ് ജ്യോതിഷ്, ഹരീഷ്, ജിനേഷ്, രാഹുൽ, അഭിനോ, അരുൺ, അഭിജിത്ത് എന്നിവരും സഹായത്തിന് എത്തി. ഷൊർണൂരിലെ ചുടുവാളത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാല 2ാം വാർഷികാഘോഷ നിറവിൽ. നിലവിൽ വാടക കെട്ടിടത്തിലാണ് വായനശാല പ്രവർത്തിക്കുന്നത്. ഉടൻ തന്നെ സ്വന്തമായൊരു കെട്ടിടത്തിലേക്ക് വായനശാലയുടെ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചുടുവാൾത്തൂരിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് 2 വർഷമായി ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാലയുടെ പ്രവർത്തനം. 2000-ൽ പരം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട്. ബാലവേദി, വയോജനവേദി, മഹിളാവേദി തുടങ്ങി 5 ഘടകങ്ങളാണ് വായനശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. നല്ല രീതിയിലുള്ള ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടന്നുവരുന്നതായും വായനശാലയുടെ 2ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് KN സുനിൽകുമാർ STVയോട് പറഞ്ഞു. 2 വർഷം കൊണ്ട് തന്നെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 2500ഓളം പുസ്തകങ്ങളും സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായാണ് ഈ സാംസ്കാരിക കേന്ദ്രം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സാംസ്കാരിക കേന്ദ്രത്തിന് സ്വന്തമായിട്ട് സ്ഥലം സാംസ്കാരിക കേന്ദ്രത്തിനും അംഗനവാടിക്കും കൂടി ചക്കുന്നത്ത് രാമചന്ദ്രൻ നായരുടെ പേരിൽ അനുവദിച്ച് കിട്ടുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ട് വരികയുമാണ്. അടുത്ത ഒരു വാർഷിക ആഘോഷത്തിനിടയിൽ തന്നെ നമുക്ക് സ്വന്തം കെട്ടിടത്തിലേക്ക് ഈ ലൈബ്രറിയും അതിൻ്റെ പ്രവർത്തന കേന്ദ്രവും മാറ്റാൻ കഴിയുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ വാർഷിക ആഘോഷങ്ങളിലും എല്ലാവിധ ജനങ്ങളുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്. 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 10-ന് ശനിയാഴ്ച വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ മാസ്റ്റർ പങ്കെടുക്കും. തുടർന്ന് സാംസ്കാരിക സദസ്സും കലാപരിപാടികളും നടക്കും. ഉടൻ തന്നെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ജനകീയ വായനശാലയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കാനാകും. ചുടുവാൽത്തൂരിലെ 81-ാം നമ്പർ അംഗനവാടിയുടെ മുകളിലാണ് വായനശാലയുടെ പുതിയ കെട്ടിടം വരിക. വാർഷികാഘോഷ പരിപാടികൾ വിശദീകരിക്കാൻ പ്രസിഡന്റ് KN സുനിൽകുമാറിനൊപ്പം അനിൽകുമാർ, മനോജ്, K രതീഷ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു കൂട്ടം അമ്മമാർ. 60 വയസ്സിലേറെ പ്രായമുള്ള 10 അമ്മമാരുടെ ഭരതനാട്യം അരങ്ങേറ്റമാണ് പ്രായത്തിന്റെ പരിമിതികളെ നിഷ്പ്രഭമാക്കിയത്. തൃശൂർ കുട്ടനല്ലൂർ ഹിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിലെ ധൈര്യവും സമർപ്പണവും കൈമുതലായുള്ള 10 അമ്മമാരാണ് ഭരതനാട്യമെന്ന ആഗ്രഹം നിറവേറ്റിയത്. 3 വർഷത്തെ പഠനത്തിന് ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേറ്റം അക്ഷരാർത്ഥത്തിൽ അമ്മമാരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. Victory!
അരങ്ങേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ ഭർത്താക്കന്മാർ എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങും വേറിട്ടതായി. 3 വർഷങ്ങൾക്ക് മുമ്പ് റെസിഡൻസ് അസോസിയേഷനിൽ നടന്ന ഒരു പരിപാടിയിൽ തിരുവാതിരക്കളിക്കായാണ് അമ്മമാർ ആദ്യമായി ഒത്തുചേർന്നത്. തിരുവാതിരക്കളി അത്ര കണ്ട് നന്നാവാത്തതോടെ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി കൂടിയായ RLV സൗമ്യ സുജിത്താണ് ഡാൻസ് പഠിപ്പിക്കാം എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടൊരു പ്രോഗ്രാം, ഇവർക്കൊരു തിരുവാതിരയാണ് ആദ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവർക്ക് തിരുവാതിര കളിക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഭംഗിയിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡാൻസ് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങളൊന്ന് പഠിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറയണ പോലെ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞങ്ങൾ വയസ്സായവരല്ലേ, ഞങ്ങൾക്ക് കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, ഞങ്ങൾക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊന്നും ഈ പ്രായത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്ത് നോക്ക്, പറ്റുമെന്ന് നോക്ക്, ചെയ്ത് നോക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് പറ്റില്ല എന്ന് പറയണേന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെയാണ് ഞങ്ങൾ ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രായവും അവശതകളും വിലങ്ങുതടിയാകുമോ എന്ന ആശങ്ക അമ്മമാർക്കുണ്ടായിരുന്നെങ്കിലും ടീച്ചർ സൗമ്യ നൽകിയ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് അരങ്ങേറ്റം വരെ എത്താൻ കഴിഞ്ഞതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഡാൻസിന് ഭയങ്കര പാഷൻ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കൂട്ടി അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ടീച്ചറെ കിട്ടിയത്, സൗമ്യ ടീച്ചറെ. ഞങ്ങളെല്ലാവരും എബവ് 60 ആണ്. അപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചർ വളരെ ക്ഷമയും സ്നേഹവും വളരെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭരതനാട്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കഴിഞ്ഞ അടവുകൾ പഠിച്ചു. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം ആവാറായി ഞങ്ങൾ ഇത് പഠിച്ചു തുടങ്ങിയിട്ട്. മക്കളും പേരക്കുട്ടികളും റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരും പ്രോത്സാഹനവുമായി എത്തിയതോടെ സദസ്സും പ്രൗഢഗംഭീരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്ക് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൊടിയുയർത്തൽ കർമ്മം ആറ്റൂർ അറഫ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള ഹാജി നിർവഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം 2 ദിവസങ്ങളായി നടക്കുന്ന സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27 റേഞ്ചുകളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വിളംബര റാലിയും ഖുർആൻ ടാലന്റ് ഷോ ഗ്രാൻഡ് ഫൈനലും മെഗാ അസംബ്ലിയും സ്റ്റുഡൻസ് കോൺക്ലേവും ആറ്റൂർ അറഫ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിൽ തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൊടിയുയർത്തൽ ഉദ്ഘാടന കർമ്മം ആറ്റൂർ അറഫ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള ഹാജി നിർവഹിച്ചു. SKMMA തൃശൂർ ജില്ലാ പ്രസിഡന്റ് 3 സ്റ്റാർ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. SKMMA തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ദേശമംഗലം, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KM മുഹമ്മദ്, SKSSF പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി, MS മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങി മറ്റു പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 1953-54 വർഷങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വർഷത്തിൻ്റെ ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഫസ്റ്റ് ഇയറിൽ തന്നെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥി. അന്ന് നമുക്ക് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഖുർആൻ അറിയുന്നവരെ ഓതാൻ അറിയാം, പക്ഷെ അത് നമ്മൾ വ്യാകരണത്തൊന്നും നോക്കിയിട്ടൊന്നല്ല, ജസ്റ്റ് ഖുർആൻ ഓതി പോകാൻ അറിയുന്നവരെ പിന്നെ 3-ാം ക്ലാസ്സിൽ അങ്ങനെയാണ് ചേർത്തിരുന്നത്. അങ്ങനെ 3-ാം ക്ലാസ്സാണ് ആദ്യമായിട്ട് ഞാൻ മദ്രസയിൽ ചേർന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കാലമൊക്കെ ദർസിലൊക്കെ പോകാനുള്ള സമയം കിട്ടി. പിന്നീട് അവിടെ നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചു. കാരണം ജീവിതത്തിൻ്റെ ഈ ചുറ്റുപാടിൽ കറങ്ങിത്തിരിഞ്ഞ് ഗൾഫിലൊക്കെ പോകേണ്ടി വന്നു. എന്നിരുന്നാലും ഇങ്ങനെയൊരു പരിപാടി സമസ്ത വളരെയധികം ഭംഗിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെക്കാൾ മുൻപാകുന്ന നേതാക്കളുടെയും പണ്ഡിതന്മാരൊക്കെ ഒരുപാട് നമുക്ക് ഒരു തലമുറയ്ക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഖുർആൻ പാരായണം
മത്സരമായ ടാലൻറ്റ് ഷോ ഗ്രാൻഡ് ഫൈനൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതുബ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സമസ്ത ജില്ലാ ട്രഷററുമായ സുലൈമാൻ ദാരിമി ഏലംകുളം ഉദ്ഘാടനം ചെയ്യും. സംഘടനാ സമിതി വർക്കിംഗ് ചെയർമാൻ KM മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 2:30 മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി മണ്ഡപത്തിൽ നിന്നാരംഭിക്കുന്ന വിളംബര ജാഥ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറി VM ഇലിയാസ് ഫൈസി ഫ്ലാഗ് ഓഫ് ചെയ്യും. SCA ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ് കോയത്താങ്ങൽ ആമുഖ പ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആധാറിന് ഇനി മലയാളി മുഖം. ചാലക്കുടി സ്വദേശി രൂപകൽപ്പന ചെയ്ത മുദ്ര ഇനി ആധാർ മാസ്കോട്ടിലൂടെ നാടറിയും. ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുലാണ് ആധാർ അതോറിറ്റിക്കായി ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യാനുള്ള മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. ഇനി അരുൺ ഡിസൈൻ ചെയ്ത ഭാഗ്യചിഹ്നമായിരിക്കും ആധാറുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലും അറിയിപ്പുകളിലും ഉപയോഗിക്കുക. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ UIDAI ചെയർമാൻ നീലകണ്ഠ് മിശ്ര ഭാഗ്യചിഹ്നം അനാവരണം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 875 എൻട്രികളിൽ നിന്നാണ് അരുണിൻ്റെ ഡിസൈൻ തിരഞ്ഞെടുത്തത്. UIDAI എന്ന വാക്കുമായി ചേർന്നു വരുന്ന ഉദയ് എന്നാണ് ഭാഗ്യചിഹ്നത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്മൈലിംഗ് ഫേസ് വേണമെന്ന് കണ്ടിരുന്നു. പിന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി വളരെ പ്രായമായവർക്ക് വരെ സ്ട്രൈക്ക് ആവണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്നൊരു ഡിസൈൻ ഇനിയൊരു കുറച്ച് മണിക്കൂറുകൾ കൂടി ഉള്ളത് അതിനാ സൈറ്റിൽ ലോക്കാവുന്ന കണ്ടത്. പക്ഷേ അതിനുശേഷം ഒരു എക്സ്റ്റൻഷൻ നടത്തിയത് അത് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തൊരു ഡിസൈൻ വളരെ സിമ്പിളായി. അപ്പോൾ ഒരു പ്രൈസോ കാര്യങ്ങളോ ഞാൻ അതിൽ ഒട്ടും എക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് തന്നെ സത്യമായിട്ടും തുറന്നു പറയാം. കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. എല്ലാവർക്കും, ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവർക്കും സന്തോഷമായി. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. എറണാകുളത്തുള്ള ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് മാനേജറാണ് ചാലക്കുടി തൈവളപ്പിൽ അരുൺ ഗോകുൽ. രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കല്ലൂർ കരടിമലക്കുന്ന തത്വമസി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ 1 മാസക്കാലമായി നടന്നു വന്നിരുന്ന പരിപാടികൾക്ക് സമാപനമായി. സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുസംഗമം സ്വാമി പ്രഭാകരനാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അയ്യപ്പ ഭക്തർക്ക് സന്ദേശം നൽകി. പ്രഭാഷകൻ ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുസ്വാമി രമേശ് കേരളശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗുരുസ്വാമി ബാലൻ പൂജകൾക്ക് നേതൃത്വം നൽകി. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ജീവിക്കുക എന്നതാണ് അയ്യപ്പ ധർമ്മത്തിന്റെ അടിസ്ഥാനം. അയ്യപ്പന് ഈ കലിയുഗത്തിൽ കലിയുഗ വരദനേ എന്ന പേരുണ്ട്. അത് മറ്റൊരു കടവുകളിലും മറ്റൊരു ദൈവങ്ങൾക്കും ഇല്ല. കാരണം ഭഗവാൻ അയ്യപ്പനാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. ചടങ്ങിൽ സ്വാമി പ്രഭാകരാനന്ദ സ്വാമിയെ ശബരിമല അയ്യപ്പ സേവാ സംഘം സമിതി അംഗം K രമേശ് ഉപഹാരം നൽകി ആദരിച്ചു. KU ബാലകൃഷ്ണൻ, K സന്തോഷ്, KK വിനീഷ്, ശ്യാം പ്രസാദ്, ശരത്, ശിവശങ്കരൻ, KK മണികണ്ഠൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 65 അംഗ സംഘമാണ് തത്വമസി ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയ്ക്ക് യാത്രയായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന്റെ സ്മരണാർത്ഥം ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ സഹകരണത്തോടെ 83 ഓർമ്മ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് കോട്ടായിൽ തുടക്കമായി. കഴിഞ്ഞ ദിവസം തന്റെ 83-ാം വയസ്സിലാണ് മാധവ് ഗാഡ്ഗിൽ ലോകത്തോട് വിട പറഞ്ഞത്. വൃക്ഷത്തൈകൾ നടുന്നതിന് കരീം പറളി, കല്ലൂർ ബാലന്റെ സഹോദരൻ രവി, പരിസ്ഥിതി പ്രവർത്തകനായ ഷംസുദ്ദീൻ ബാങ്കുറിശി, KK റഹ്മാൻ, ഷംസുദ്ദീൻ ഓടന്നൂർ, സലാം മേപ്പറമ്പ്, അബ്ദുൾ റഹിമാൻ എന്നിവർ നേതൃത്വം നൽകി. 10 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മാധവ് ഗാഡ്ഗിൽ ഓർമ്മമരം നട്ടതെന്ന് സംഘാടകർ പറഞ്ഞു. പ്രകൃതി, പ്രത്യേകിച്ച് വനമേഖല ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല, വനമേഖല സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. മുഴുവൻ നിർദ്ദേശങ്ങളും ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കറിയാം വനമേഖല കാർഷികേതര ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ 1957 കാലഘട്ടത്തിലാണ് 25,000 ഏക്കറോളം ഭൂമി വനമേഖല കാർഷിക മേഖലയ്ക്ക് KM മാണി വനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തിരിച്ചുവിട്ടതും, അതുപോലെ KE ഇസ്മയിലിൻ്റെ കാലഘട്ടത്തിൽ 8,000 ഏക്കർ ഭൂമിയാണ് വനമേഖല കാർഷിക മേഖലയ്ക്ക് കൊടുത്തത്.
ന്യൂസ് ബ്യൂറോ, കോട്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് നേടുമെന്ന LDFന്റെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചിരിക്കുന്നു. 100ലേറെ സീറ്റ് നേടി തുടർച്ചയായി മൂന്നാമതും ഇടതുമുന്നണി സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റിലേക്ക്. മുഖ്യമന്ത്രി പറഞ്ഞതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. 110 ആർക്ക് കിട്ടുന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ഇത്രമാത്രം അക്രമ സംഘങ്ങൾ, കൊള്ള സംഘങ്ങൾ വന്നിട്ടുള്ളൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. അത് അമ്പലത്തിന്റെ മുതലായാലും ഗവൺമെന്റ് മുതലായാലും എല്ലാ മേഖലയിലും ഒരു സംഘം ആളുകൾ ഈ ഭരണത്തിന്റെ തണലിൽ വലിയ രീതിയിലുള്ള കൊള്ളയും സ്വജനപക്ഷപാതവും നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ അത്രമാത്രം വെറുത്തിരിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്ക് 110 കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അത് മുഖ്യമന്ത്രി പറഞ്ഞ കക്ഷിക്ക് കിട്ടുമോ അതല്ല മുഖ്യമന്ത്രി എതിർക്കുന്ന കക്ഷിക്ക് കിട്ടുമോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അത് ഭരണത്തിൻ്റെ മോശം കൊണ്ടാണോ അതോ നേതൃത്വത്തിൻ്റെ മോശം കൊണ്ടോ ആണോ അല്ല. പക്ഷെ അത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ, പലർക്കും വോട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മൂന്നാം വട്ടം LDF വരുമോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. എന്നാലും വന്നുകൂടാന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കോൺഗ്രസിനും BJPക്കാണ് ചാൻസ് കുറവ്. എന്നാലും BJP നന്നായി വർക്ക് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് മോശമല്ല, കോൺഗ്രസ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. LDF മോശം എന്നല്ല, എന്നാലും ഒരു ഭരണം മാറ്റം ജനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനും ഇങ്ങനെ ഒരു കോൺഗ്രസിനും BJPക്കും മുന്നേറ്റം സാധിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അഭിപ്രായം. മൂന്നാം വട്ടം ചാൻസ് കുറവാണ്, വന്നുകൂടാന്നുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചാൻസ് കുറവാണ് LDF വരാൻ. മാറ്റൊലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യവസായ മേഖലയിൽ കേരളം ആഗോള ഹൈടെക് ഹബായി മാറുമെന്ന് മന്ത്രി P. രാജീവ്. പാലക്കാട് പുതുക്കോട് പട്ടോലയിൽ 12 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന ഇൻഡസ്ട്രിയൽ സോണിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതികൾ വലിയൊരു ഇക്കോസിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നവ കൂടിയാണെന്നും മന്ത്രി. പാലക്കാടിന് പ്രത്യേക കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പാലക്കാട് മെഡിക്കൽ കോളേജിനെ സ്വയം പര്യാപ്തമാക്കണം. ജില്ലയിലെ ആദിവാസി മലയോര മേഖലകളിലെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യം. മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. യാത്ര മനുഷ്യനൊപ്പം എന്ന ആശയവുമായി. പോക്കുപടിയിലെ ഓങ്ങലൂർ വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയിൽ വൻ കവർച്ച. 30 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു. അമൃത എക്സ്പ്രസിൽ യാത്രക്കാരുടെ 9 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ നിന്ന് താമരപ്പൂവിനെ ഒഴിവാക്കിയതിനെതിരെ തൃശൂരിൽ യുവമോർച്ച പ്രതിഷേധം. ടൗൺ ഹാളിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂ വരെ വേദികളുടെ പേരായപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയത് CPMന്റെ ജീർണതാബാധിത രാഷ്ട്രീയമെന്ന് നേതാക്കൾ. ലോകരാഷ്ട്രങ്ങൾ വയോജന സംരക്ഷണത്തിന് ഊന്നൽ നൽകുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരികൾ കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണത്തിനാണ് ഊന്നൽ നൽകുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വയോജന സംരക്ഷണ നിയമം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ടത് കാവിലക്കാട് സ്വദേശികൾ. തിരുവത്ര അത്താണിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡ് കാട്ടുപന്നികളുടെ താവളം. ബസ് സ്റ്റാൻഡിൽ കൂട്ടമായി എത്തുന്ന പന്നികൾ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണി. എരുമപ്പെട്ടി തിപ്പലൂർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പഞ്ചായത്ത് ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നെൽകൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.